ഞാനിപ്പോൾ ഡോക്ടർ PJ വിൻസെന്റ്, പാകിസ്ഥാൻ സിവിലിയൻസിനെതിരെ ഇന്ത്യ ആക്രമണം പ്ലാൻ ചെയ്യുകയാണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. ആ തരത്തിൽ ഒരു ഇരവാദം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കളിക്കുന്നു. എന്നാൽ അതേസമയത്ത് ഭീകരരെ ഒളിപ്പിക്കാനും അവർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. പാക് കമാൻഡർകൾക്ക് തന്നെ അതിന്റെ ചുമതല കൊടുക്കുകയും ചെയ്യുന്നു. UN-നോട് ഇടപെടാൻ പറയുന്നു. രണ്ട് തരത്തിലുള്ള ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കുന്നു പാകിസ്ഥാൻ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര ബന്ധങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ, ഇതെല്ലാം നോക്കിക്കൊണ്ട് ഏത് തരത്തിലേക്കുള്ള ഒരു നീക്കം ഇന്ത്യക്ക് കടക്കാൻ കഴിയും? കണ്ണടച്ചുള്ള ഒരു സൈനിക നടപടി ഇന്ത്യ പ്രിഫർ ചെയ്യുന്നുണ്ടാകുമോ? സൈനിക നടപടി ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനമാണ്, അതുണ്ടാകുകയും ചെയ്യും. പക്ഷേ ഇന്ത്യ പാക് ബന്ധങ്ങളിൽ സമഗ്രവും സമ്പൂർണവുമായ വിച്ഛേദനം സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സൈനികമായി പാകിസ്ഥാനിലെ ജനങ്ങളെയോ പാകിസ്ഥാന്റെ ടെറിട്ടറിയോ ഒരുപക്ഷെ ഇതുവരെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ബന്ധങ്ങളിൽ സമ്പൂർണമായ വിച്ഛേദനമുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇൻഡസ് വാട്ടർ ട്രീറ്റി യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ ജനങ്ങളെയാണ് നേരിട്ട് അഫക്ട് ചെയ്യുന്നത്, അവിടുത്തെ മിലിറ്ററി ലീഡർഷിപ്പിനെ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ ഒരുപക്ഷെ സൈനികമായി സിവിലിയൻസിനെ ഒരിക്കലും ടാർഗറ്റ് ചെയ്യില്ല. പക്ഷെ ഇന്ത്യ ഇപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള സമ്പൂർണ്ണ യുദ്ധം, അതില് കൈനറ്റിക് വാറും കൂടെ വരാനുള്ളൂ. നേരിട്ട് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഒഴിച്ചാൽ ഇക്കണോമിക് ഫ്രണ്ടില്, ഡിപ്ലോമാറ്റിക് ഫ്രണ്ടില്, പൊളിറ്റിക്കൽ ഫ്രണ്ടില് ഒക്കെ സമ്പൂർണമായ യുദ്ധം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പാക് ബന്ധങ്ങളിൽ സമ്പൂർണമായ വിച്ഛേദനം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരിട്ടുള്ള യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് മാത്രമാണ് ഇന്ത്യ പ്രവേശിക്കാനുള്ളത്. അതുണ്ടാകും ഒരു പരിമിതമായ യുദ്ധം, ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇന്റർനാഷണൽ ബോർഡറുള്ള പഞ്ചാബ്, അതുപോലെ രാജസ്ഥാൻ, ഒരുപക്ഷെ ഗുജറാത്ത് മേഖലയിൽ യുദ്ധമുണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലൈൻ ഓഫ് കൺട്രോളിൽ ഉടനീളം ഇന്ത്യൻ സൈന്യം, ഒരുപക്ഷെ കരസൈന്യത്തിന്റെ മുന്നോട്ടുള്ള നീക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള പരിമിതമായ അത്തരത്തിലൊരു വളരെ ബലാക്കോട്ട് അറ്റാക്ക് പോലെയുള്ള ഒരു പരിമിതമായ അറ്റാക്കിനാണെങ്കിൽ ഇത്രയധികമുള്ള പ്രിപ്പയർഡ്നെസിന്റെ ആവശ്യമില്ല. ഇന്ത്യൻ സൈന്യം, വായുസേനയും നമ്മുടെ നാവികസേനയും ഒക്കെ സമ്പൂർണമായിട്ടുള്ള ഒരു വാർ പ്രിപ്പറേഷനിലേക്ക് പോയി കഴിഞ്ഞു. രാഷ്ട്രവും അതിന് തയ്യാറായിരിക്കുന്നു. ഇനി യഥാർത്ഥത്തിലുള്ള പ്രശ്നം നമുക്ക് ഈ ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതാണല്ലോ ഇതിന്റെ മൂല കാരണം. അതിപ്പം ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടോ ഒന്നും അതിന് പരിഹാരമാവില്ല. അതിനാകെ രണ്ട് പരിഹാരമേ ഉള്ളൂ. തമാശയ്ക്ക് പറയുകയാണെങ്കിൽ ചൈനീസ് മോഡലാണ്. ചൈനക്കാർ പണ്ട് കെട്ടിയിട്ടുള്ള ചൈനീസ് മതിൽ നമുക്കറിയാം. ചൈനീസ് മതിൽ പോലെ ഇന്ത്യ പാക് ബോർഡറിൽ ഒരു മതിൽ കെട്ടണം. അതൊന്നും 21ാം നൂറ്റാണ്ടിൽ ആവശ്യവുമില്ല, അത് അസാധ്യവുമാണ്. അങ്ങനെ കെട്ടിയാൽ അത് രണ്ടാമത്തെ മഹാത്ഭുതമാവുകയും ചെയ്യും. പക്ഷേ ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാനികൾ വിളിക്കുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, അതാണ് ടെററിസത്തിന്റെ വിക്ഷേപണ തറ. ആ മേഖല പിടിച്ചെടുക്കാതെ ഒരിക്കലും ക്രോസ് ബോർഡർ ടെററിസത്തെ എഫക്റ്റീവായി ഇന്ത്യക്ക് കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം അവിടെയാണ് പരിശീലന കേന്ദ്രങ്ങളുണ്ട് ഉള്ളത്, അവിടെയാണ് പ്രക്ഷേപണ തറയുള്ളത്. ആ മേഖല കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ജനങ്ങളോടും വലിയ താല്പര്യം അവർക്കില്ല. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളുടെ താല്പര്യത്തെക്കാൾ ഉപരി ആ മേഖല ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രക്ഷേപണ തറയായിട്ടാണ് പാകിസ്ഥാൻ നിലനിർത്തുന്നത്. അത് 2018 വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ ആർമി, അവിടുത്തെ സിവിലിയൻ അഡ്മിനിസ്ട്രേഷനോ അവിടെ ജനങ്ങളുടെ ദുരിതമകറ്റാൻ ഒന്നും ചെയ്തില്ല. അന്ന് ഇന്ത്യ കൊടുത്തിട്ടുള്ള സഹായമാണ് യഥാർത്ഥത്തിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത്. ഇന്നും അവിടുത്തെ ജനങ്ങൾ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് എത്രയോ ഇന്റർനാഷണൽ ആർട്ടിക്കിളുകൾ വിവിധ മാഗസിനുകളിലൊക്കെ അത് സംബന്ധിച്ച് വന്നിരുന്നു. അപ്പോൾ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭൂമി മാത്രമായി നിലനിർത്തുകയും അത് നിരന്തരമായി അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ക്രോസ് ബോർഡർ ടെററിസം അവസാനിക്കണമെങ്കിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാക്കാതെ മറ്റൊരു നിവൃത്തിയുമില്ല. അത് തന്ത്രപരമായിട്ടും സൈനികമായിട്ടും അതാണ് ചെയ്യേണ്ടത്. അതിലേക്ക് നീങ്ങുമോ എന്നുള്ളത് കണ്ടറിയാം. ഡോക്ടർ PJ വിൻസെന്റ്, ഇതിനകത്ത് സംയമനം വേണമെന്ന് UN പറയുന്ന ഒരു സാഹചര്യം, പാകിസ്ഥാൻ ഈ നേരത്തെ പറഞ്ഞ ഇരവാദം തന്നെ കാണിച്ചുകൊണ്ടേയിരിക്കും, ഞങ്ങൾ
ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ സിവിലിയൻസ് ആണ് കഷ്ടപ്പെടുന്നതെന്ന് പറയുന്നു. പക്ഷേ ഒരു വശത്ത് പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ തീരുന്നതേയില്ല. ഈ ഭീകരരെ ഒളിപ്പിക്കുക, അവർക്ക് സുരക്ഷ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഏറ്റവും പുതുതായിട്ട് വരുമ്പോൾ ബിലാവൽ സർദാരി ഭൂട്ടോ ഒക്കെ വീണ്ടും ഒരു ഭീഷണിയുമായിട്ടൊക്കെ വരുന്നത് ഏതെങ്കിലും തരത്തിലൊരു കോൺഫ്ലിക്റ്റിന് ഇന്ത്യ മുതിർന്നാൽ ഇതൊരു ന്യൂക്ലിയർ വാറിലെത്തും എന്നൊക്കെയാണ്. അതായത് രണ്ട് തരത്തിലാണ് പാകിസ്ഥാൻ ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര തലത്തിൽ അത് ഒരു വല്ലാത്തൊരു സമ്മർദ്ദം ഇന്ത്യക്ക് വരുന്നുണ്ടോ, പ്രത്യേകിച്ച് UN അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന്? ഒരു സമ്മർദ്ദവും ഇന്നത്തെ സാഹചര്യത്തിൽ വരില്ല. കാരണം സാധാരണഗതിയിൽ ലോകത്തിലെ ഏറ്റവും എഫക്റ്റീവായ ഡിറ്ററന്റ് ന്യൂക്ലിയർ പവറാണ്. കാരണം ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര സമൂഹം അതിനെതിരെ അണിനിരക്കും. പക്ഷേ പാകിസ്ഥാൻ തുടക്കത്തിൽ തന്നെ ഏറ്റവും അവസാനം പറയേണ്ടതാണ്, ഒരു യുദ്ധമുണ്ടായി, യുദ്ധത്തിൽ പരാജയപ്പെടാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ സുരക്ഷയെ കരുതി ആണവായുധം പ്രയോഗിക്കാൻ നിർബന്ധിതമാകും എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും യുണൈറ്റഡ് നേഷൻസും സെക്യൂരിറ്റി കൗൺസിലും ഗ്ലോബൽ കമ്മ്യൂണിറ്റിയും ഇടപെടും എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ പാകിസ്ഥാൻ തുടക്കത്തിൽ തന്നെ ഇന്ത്യ ഒരു തിരിച്ചടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഇന്ത്യ സൈനിക നീക്കം നടക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആണവ രാജ്യമാണ്, ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞു. കാര്യമായ ഒരു റെസ്പോൺസും അത് സംബന്ധിച്ച് ലോക സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം പാകിസ്ഥാന്റെ ആ പ്രസ്താവനയെ ലോക സമൂഹം അഗണ്യകോടിയിൽ തള്ളി. അതുകൊണ്ട് മാത്രവുമല്ല, കളക്ടീവ് സെക്യൂരിറ്റി റെജീമിൽ നിന്ന് വളരെ കൃത്യമായ ബാലൻസ് ഓഫ് പവർ റെജീമിലേക്കുള്ള ഒരു മാറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങൾ, ചൈന പോലും, ചൈനയുടെ ഒരു വാസൽ സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ, ചൈന പോലും പാകിസ്ഥാൻ ഒരു പക്ഷേ ആയുധം കൊടുത്തേക്കാം, തന്ത്രപരമായ സഹായം കൊടുത്തേക്കാം, പക്ഷേ പാകിസ്ഥാന് വേണ്ടി വാർ ഫ്രണ്ടിൽ ഇടപെടുമെന്ന് ഞാൻ കരുതുന്നില്ല. ചൈനയുടെ എല്ലാവിധ സഹായമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു നടപടി എടുക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഇന്ത്യ നടപടി എടുത്തു കഴിഞ്ഞാൽ ലോക സമൂഹം അതിനെ ചോദ്യം ചെയ്യും എന്നുള്ളതില്ല. സ്വാഭാവികമായിട്ടും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഉയർന്നു പറക്കണമെന്നാണ് യുണൈറ്റഡ് നേഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്നത്. ലോകത്തിന് യുദ്ധമുണ്ടാവാതിരിക്കാൻ വേണ്ടി ഉണ്ടായ സംഘടനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരു രാജ്യങ്ങളും കൺസ്ട്രെയിൻസ് പാലിക്കണം, ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയാതെ അത്തരം സംഘടനകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെയുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം എന്താ വെച്ചാൽ 1972 സിംല കരാറിന്റെ ആദ്യത്തെ ലൈൻ തന്നെ തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നുള്ളതാണ്. പാകിസ്ഥാൻ ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത്, സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ ഇന്ത്യക്ക് ഈ ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് അപ്പുറത്തേക്ക് പോകാൻ ഒരു പ്രയാസവുമില്ല. ഞാൻ തിരികെത്താം ഡോക്ടർ PJ വിൻസെന്റ്. ഞാൻ തിരികെത്താം ഇപ്പോൾ രാഹുൽ ഈശ്വരൻ നമുക്കൊപ്പം ചേരുന്നു.